ഹലോ, അപ്പോൾ ഇന്നിന് നമ്മൾ +1 ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാലാരംഭം മുതലെന്ന് പറയുന്ന പാഠഭാഗമാണ് എടുക്കാൻ പോകുന്നത്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. കൂടുതൽ വിശദീകരണങ്ങളില്ല. പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠഭാഗമാണ് കേട്ടോ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. എസ്എ ക്വസ്റ്റ്യൻസ് 4 മാർക്കിനും 2 മാർക്കിനൊക്കെ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് ആദ്യം തന്നെ ആധുനിക മനുഷ്യന്റെ മുൻഗാമികൾ എന്ന് പറയുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചാൽ തന്നെ ഇതിന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ആധുനിക മനുഷ്യന്റെ മുൻഗാമികൾ എന്ന് പറയുന്നത് പ്രിമേറ്റുകള്, ഹോമിനോയിഡ്സ്, ഹോമിനിഡ്സ്, ആസ്ട്രേലോപിത്തേക്കസ്, ഹോമോ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളാണ്. ആ സ്റ്റേജസ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് പ്രിമേറ്റുകളെ കുറിച്ചിട്ടാണ്. പ്രിമേറ്റുകളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് സസ്തനി വിഭാഗത്തിൽ പെടുന്നു, അല്ലെങ്കിൽ സസ്തനികളുടെ ഉപവിഭാഗമാണ് പ്രിമേറ്റുകൾ എന്ന് പറയുന്നത്. രോമാവൃതമായിട്ടുള്ള ശരീരം, നീണ്ട കാലത്തെ ഗർഭധാരണ ശേഷി, സ്തനഗ്രന്ഥികള്, വിവിധ തരത്തിലുള്ള പല്ലുകള്, സ്ഥിരമായിട്ട് ശരീരോഷ്മാവ് നിലനിർത്താനുള്ള കഴിവ്, ഇത്രയാണ് പ്രിമേറ്റുകളുടെ സവിശേഷത. ഇനി അടുത്തതാണ് ഹോമിനോയിഡ്സ്. പ്രിമേറ്റുകളുടെ ഉപവിഭാഗമാണ് ഹോമിനോയിഡ്സ് എന്ന് പറയുന്നത്. അവരുടെ സവിശേഷതകള്: തലച്ചോറ് ചെറുത്, നാൽക്കാലികളാണ്, നിവർന്നു നിൽക്കാൻ സാധിക്കില്ല, കൈകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഉണ്ടായിരുന്നില്ല. അടുത്ത വിഭാഗമാണ് നമ്മുടെ ഹോമിനിഡ്സ് എന്ന് പറയുന്നത്. ഹോമിനിഡ്സും മാറിപ്പോവരുത്. ഹോമിനോയിഡ്സ് ആണ് ആദ്യം, അതിനുശേഷമാണ് എന്ത് ഹോമിനിഡ്സ്. ഹോമിനോയിഡ്സിന്റെ ഉപവിഭാഗമാണ് ഹോമിനിഡ്സ് എന്ന് പറയുന്നത്. ഈ ഹോമിനിഡ്സിന്റെ സവിശേഷത എന്ന് പറഞ്ഞാല് ഹോമിനോയിഡുകളുടെ ഉപവിഭാഗമാണ് തലച്ചോറ് വലുതാണ്, ഇരുകാലികളാണ്, നിവർന്നു നിൽക്കാൻ സാധിക്കും, കൈകൾക്ക് വഴക്കവും അതുപോലെ തന്നെ വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു. ഇത്രയാണ് ഇവരുടെ സവിശേഷത. അപ്പൊ ഹോമിനോയിഡ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ഹോമിനിഡ്സിന്റെ സവിശേഷത. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ആവും മറ്റേത്. അപ്പോൾ ഹോമിനോയിഡ്സും എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതല്ലെങ്കിൽ ഹോമിനിഡ്സിന്റെ മാത്രം സവിശേഷത എങ്ങനെയും ചോദിക്കും. ഏതെങ്കിലും ഒരു ഭാഗം പഠിച്ചു വെച്ചാൽ മറ്റേതും കിട്ടും. പേരുകൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. പ്രിമേറ്റുകള്, ഹോമിനോയിഡ്സ്, ഹോമിനിഡ്സ്, പിന്നെ ആസ്ട്രേലോപിത്തേക്കസ്, ഹോമോ. ഇനി ആസ്ട്രേലോപിത്തേക്കസ് ആണ് പറയുന്നത്. അതായത് ഈ ഹോമിനിഡ്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ആസ്ട്രേലോപിത്തേക്കസും ഹോമോയും. ആസ്ട്രേലോപിത്തേക്കസ് എന്ന് പറയുന്ന വാക്ക് രൂപം കൊണ്ടത് ആസ്ട്രൽ പിത്തേക്കസ് എന്ന് പറയുന്ന ലാറ്റിൻ ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ആസ്ട്രൽ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ദക്ഷിണദേശമെന്നും പിത്തേക്കസ് എന്ന് പറഞ്ഞാൽ വാനരന്മാരെന്നുമാണ് അർത്ഥം. ഇവരുടെ സവിശേഷത എന്ന് പറഞ്ഞാല് ദക്ഷിണദേശത്തെ വാനരന്മാരെന്ന പേരിൽ അറിയപ്പെടുന്നു. ചെറിയ മസ്തിഷ്കമാണ്, കൂടുതൽ ഉന്തിയ താടിയെല്ലാണ്, വലിയ പല്ലുകളാണ്, വനവാസികളാണ്. ഇനി ഹോമോ എന്ന് പറയുന്നത് മനുഷ്യരാണ്, വലിയ മസ്തിഷ്കം, കുറച്ചുന്തിയ താടിയല്, ചെറിയ പല്ലുകള്, പുൽമേടുകളിൽ താമസം. ഇതുപോലെ തന്നെ ആസ്ട്രേലോപിത്തേക്കസിന്റെ സവിശേഷത പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയ ഓപ്പോസിറ്റ് ആണ് എന്ത് ഹോമോയുടെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അതായത് ഹോമിനോയിഡ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോമിനോയിഡ്സ് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ആസ്ട്രേലോപിത്തേക്കസ് പഠിക്കുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹോമോ എന്ന് പറയുന്നത്. ഇവിടെ ഈ ചെറിയ മസ്തിഷ്കം, വലിയ മസ്തിഷ്കം എന്ന് പറഞ്ഞാല് ബുദ്ധിശക്തി കൂടുതൽ കുറവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ആസ്ട്രേലോപിത്തേക്കസ് എക്സാമിന് വേറിട്ടും ചോദിക്കാറുണ്ട്. ഹോമിനിഡ്സും ഹോമിനോയിഡ്സും ചോദിക്കണ പോലെ തന്നെ ആസ്ട്രേലോപിത്തേക്കസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആസ്ട്രേലോപിത്തേക്കസിന്റെ സവിശേഷതകൾ. ഇനി നമ്മൾ ഹോമോയെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹബിലിസ് എന്ന് പറഞ്ഞാല് വിദഗ്ധ മനുഷ്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ പണിയായുധ നിർമ്മാതാക്കളാണ്. രണ്ടാമത്തത് ഹോമോ ഇറക്ടസ് ആണ്, നിവർന്ന മനുഷ്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തീ കണ്ടുപിടിച്ചതും വസ്ത്രങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയതും ഈ ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ സാപ്പിയൻസ് അറിയപ്പെടുന്നത് ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യന്. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നിവർന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഹോമോ ഇറക്ടസ് ആണ്, ബുദ്ധിമാനായ മനുഷ്യന് ഹോമോ സാപ്പിയൻസ് ആണ്, ഹോമോ ഹബിലസ് എന്ന് പറയുന്നത് വിദഗ്ധ മനുഷ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ പണിയായുധ നിർമ്മാതാക്കളാണ്.
അപ്പോൾ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിനും ചോദിക്കും, 2 മാർക്കിനൊക്കെ ചോദിക്കും. ഈ ഒരു ഭാഗം ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.